കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കും, പിന്നെ അറിയാവുന്ന ആൾക്കാരോട് പഠിച്ച് ചോദിച്ചു. എക്സ്ട്രാ കരിക്കുലർ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് വരും, അതിന്റെ ഒപ്പം തന്നെ പഠിത്തവും കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ഞാൻ ഇവിടെ വരെ എത്താനുള്ള ഒരു മെയിൻ റീസൺ ബ്രില്യന്റ് തന്നെയാണ്. അപ്പം ബേസിക്കലി ഇത് ഒരു സ്വപ്നമായിരുന്നു, ആ സ്വപ്നത്തിൽ എത്തിക്കാൻ ബ്രില്യന്റ് സഹായിച്ചു. പാരന്റ്സ് ഫ്രണ്ട്സ് അങ്ങനത്തെ കുറെ ഹെൽപ്പ് വേണം, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഡൗൺ ആയി ഫീൽ ചെയ്യുമ്പോൾ ആളിങ്ങനെ പറയാം ടോക്ക് ചെയ്ത തീർക്കുക, അങ്ങനെ ഒരു ഹാപ്പിനെസ് കിട്ടും. ജീവിതത്തിന്റെ പല സമയത്തും നമ്മൾ ആശുപത്രിയിൽ പോവും, ഡോക്ടേഴ്സിനെ കാണും, കാരണം അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പോഴൊക്കെ എവിടെയൊക്കെയോ വെച്ച് എനിക്കും ഡോക്ടർ ആകണം എന്ന് ആഗ്രഹിച്ച ബ്രില്യന്റിനോടൊപ്പം ചേർന്നു. അത് മാത്രമല്ല, ഞങ്ങള് പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ കൃത്യമായി നടന്ന് ഇത് അച്ചീവ് ചെയ്ത് ഇവിടെ അഭിമാന താരങ്ങളായിട്ട് നിൽക്കുവാണ് എന്റെ കുഞ്ഞുങ്ങള്. മക്കളെ പേരെന്നാടി? ഞാൻ റിഫ. റിഫ, മോളുടെ വീട് എവിടെയാ? ഞാൻ മലപ്പുറത്തുനിന്ന്. റിഫയോട് ഞാൻ ആദ്യം ചോദിക്കുന്നത്, മോനെ മോഡൽ എക്സാം എഴുതിയപ്പോ ഫുൾ മാർക്ക് എത്ര പരീക്ഷയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും? മോഡൽ എക്സാമിന് ഫുൾ മാർക്ക് ഒന്നും അടിച്ചിട്ടില്ല. മാർക്ക് കുറഞ്ഞത് ഏറ്റവും താഴെ പോയത് എപ്പോഴൊക്കെ ആയിരിക്കും? എത്ര മാർക്ക് വരെ പോയിട്ടുണ്ട്? ഞാനൊരു 640, 630 അതൊക്കെ ആ റേഞ്ചിലൊക്കെ എപ്പോഴും നിൽക്കുമായിരുന്നു. ഇടയ്ക്ക് താവും, കുറച്ചും കൂടെ താവാറുണ്ട്. ഈ താഴുമ്പോ സില്ലി മിസ്റ്റേക്സ് ആയിരുന്നോ കൂടുതലും? അത് കെയർലെസ് മിസ്റ്റേക്സ് ആവും എനിക്ക് വരാറുള്ളത്. ചിലപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാനുള്ളത് ഉണ്ടാവും, കൂടുതലും കെയർലെസ് ആവും ഉണ്ടാവുക. അപ്പൊ ഈ സില്ലി മിസ്റ്റേക്ക് അല്ലെങ്കിൽ കെയർലെസ് മിസ്റ്റേക്ക് മോൾ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്തത്? കാരണം ഒരുപാട് കുട്ടികൾ സില്ലി മിസ്റ്റേക്ക് വരുത്തുന്നു എന്ന് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ചെയ്തത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കണം, നല്ലപോലെ സമയം എടുത്ത് വായിക്കണം. പിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ തെറ്റുണ്ട്, അത് കെയർലെസ് ആയിക്കോട്ടെ, കോൺസെപ്ഷ്യൽ ആയിട്ട് എനിക്ക് തെറ്റി പറ്റി പോയതായിക്കോട്ടെ, അതല്ലാതെ ഞാൻ മിസ്റ്റേക്കിൽ എഴുതുമെന്ന ക്വസ്റ്റ്യൻ. എന്നിട്ട് എന്താ എനിക്ക് തെറ്റുന്നത് അത് NCERT വെച്ച് ഞാൻ ക്ലിയർ ചെയ്യും. ആ മിസ്റ്റേക്ക് ബുക്ക് ആണ് ഇവിടെ എത്തിച്ചത്. മിസ്റ്റേക്ക് ആണ്. മോനെ പേരെന്നാടാ? ഹുദ. എവിടെ വീട് മോളെ? കോഴിക്കോടിന്റെ പേരാമ്പ്ര. കോഴിക്കോട് തന്നെ പേരാമ്പ്രയാണ്. മോനെ ഒരാള് മിസ്റ്റേക്ക് ബുക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മോക്ക് അങ്ങനെ ഒരു ബുക്ക് ഉണ്ടായിരുന്നോ? അതെങ്ങനെയാണ്? അത് ഉണ്ടായിരുന്നു. അത് എല്ലാ എക്സാം കഴിഞ്ഞിട്ടും സബ്ജക്ട് വൈസ് മിസ്റ്റേക്ക് ബുക്സ് ഉണ്ടായിരുന്നു. സബ്ജക്ട് വൈസ്, അതായത് ഓരോ ബുക്കിന്റെ തന്നെ പല സൈഡിലും പല സബ്ജക്ട് ആയിട്ട് എഴുതി വെക്കും. ആ കോൺസെപ്റ്റ് ഇപ്പൊ തെറ്റിയ കാര്യങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? വായിച്ച് പഠിക്കുമായിരുന്നോ അതോ വീണ്ടും വീഡിയോ വല്ലതും കാണുമോ? തെറ്റിയത് പിന്നെ നോട്ട് തന്നെ വെച്ചിട്ട് പിന്നെ കൺസെപ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആക്കും. പിന്നെ അത് മാത്രം തെറ്റിയത് മാത്രമല്ല, നമ്മൾ എക്സാം ചെയ്യുന്ന സമയത്ത് കുറെ ഗസ്റ്റ് അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഇതുണ്ടാവും, അതൊക്കെ എഴുതി വെക്കും. റിവിഷന് മോൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് എന്തിനാണ്? ആ ബുക്കിനൊക്കെ തന്നെയാണ്. പിന്നെ ഷോർട്ട് നോട്ട് ഉണ്ടായി കുറച്ച്, അപ്പൊ അതൊക്കെ റിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നല്ലോണം തന്നെ അതൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആദ്യം തൊട്ട് എല്ലാം നോക്കാൻ കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാരും പറയുന്ന ഒരു പരാതി അത് തന്നെയാണ്, നമുക്ക് എല്ലാം കവർ ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പൊ ആ കവർ ചെയ്യാൻ ഈ ഷോർട്ട് സാധനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഇനഫ് ആയിരുന്നു. അത് മതിയായിരുന്നു. പിന്നെ നമ്മൾ ബ്രില്യന്റിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ അത് എഴുതി വെച്ചതൊക്കെ അതന്നെ ഇനഫ് ആയിരുന്നു പിന്നെ നോക്കുന്ന സമയത്തൊക്കെ. നമ്മള് ഈ ഫോർമുല ബുക്ക് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് അതിനപ്പുറം NCERT ഇപ്പൊ നമ്മൾ പറയുന്നത് NCERT വേർഡ് ബൈ വേർഡ് വായിക്കണം, ലൈൻ ബൈ ലൈൻ വായിക്കണം എന്നാണ്, പ്രത്യേകിച്ചും ബയോളജിയുടെ ഒക്കെ കാര്യത്തില്. നമ്മള് എത്ര പ്രാവശ്യം ചുരുങ്ങിയത് NCERT-യിലൂടെ കടന്നു പോയിട്ടുണ്ടാകും? അത് എനിക്ക് എത്ര തവണയെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും മോർ ദാൻ 10 ടൈംസ് ഒരു മന്ത് എങ്കിലും കടന്നു പോയിട്ടുണ്ടാവും. മീൻസ് ഒരു 10 ടൈംസ് ഒരു മന്ത് എങ്കിലും. ഒരു മന്ത്, ഒരു മാസം മോർ ദാൻ 10 ടൈംസ്. ഓക്കെ. അത് ഈ എന്താ ഓരോ നോക്കും കോർണറും ഒക്കെ പോയിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് പോർഷൻസും ആ ഒരു ടൈം പീരീഡിൽ കടന്നു പോയിട്ടുണ്ട്. പിന്നെ NCERT-ന്റെ തന്നെ ബാക്ക് സൈഡിലുള്ള ഓരോ ചാപ്റ്റേഴ്സിന്റെ ബാക്ക് സൈഡിലുള്ള ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ഉണ്ട്, അതൊക്കെ ഓപ്ഷൻസ് MCQ ടൈപ്പ് ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം MCQ ആണല്ലോ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ. അപ്പോ അതിലൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഈ ബാക്കിൽ വരുന്ന NCERT-ന്റെ ബാക്കിൽ വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒബ്ജക്റ്റീവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു. അത് ഇതിന്റെ ബാക്കിൽ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ബ്രില്യന്റിന്റെ MCQs തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന കോൺസെപ്റ്റ് ഒക്കെ കൂട്ടി എന്റേതായ രീതിക്ക് ഞാൻ ആൻസർ ചെയ്തു. എന്നിട്ട് എക്സാമിന്റെ സമയത്ത് അതും കൂടി ഒന്ന് വായിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോ ഫിസിക്സും കെമിസ്ട്രിയുടെ കേസ് ആയെങ്കിലും ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ഇമ്പോർട്ടന്റ് ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ. പേര് പറഞ്ഞില്ല, പേരെന്നായിരുന്നടാ? ഐഷു. എവിടെ വീട്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ്. അപ്പൊ ലക്ഷദ്വീപിൽ നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ലക്ഷദ്വീപിൽ എങ്ങനെയാണ് ബ്രില്യന്റിലോട്ട് വന്നത്? അത് സോഷ്യൽ മീഡിയ, പിന്നെ എന്റെ മെന്ററും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അറിയായിരുന്നു. എന്നിട്ട് അവിടുന്ന് തന്നെ ചൂസ് ചെയ്തതാണ് കോഴിക്കോട്. അതെ. മോനെ പേര്? സൂര്യ. എവിടെ വീട് മോനെ? കണ്ണൂരാണ്. അപ്പൊ കണ്ണൂരുകാരൻ സൂര്യ എന്നാണ് ഡോക്ടർ എന്നുള്ള സ്വപ്നം കണ്ടു തുടങ്ങിയത്? ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ദുബായിലാണ് ചൈൽഡ്ഹുഡ് എന്താ. അപ്പൊ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു വർഷം കണ്ടേ. അപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പേഷ്യൻസ് ഹാൻഡിൽ ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ എന്നെ ചെറിയൊരു ലവ് തോന്നി ഈ പ്രൊഫഷനിലേക്ക്. പിന്നെ തുടങ്ങിയതാണ്.
പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ടെൻഷൻസ്, ഡിപ്രഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി. ആ കടന്നുപോയപ്പോ എപ്പോഴെങ്കിലും ഈ സ്വപ്നം വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അയ്യോ എന്റെ സ്വപ്നം ഇതല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ബ്രെയിനിൽ ഒരു സൈഡ് അങ്ങനെ പറയും ചിലപ്പോ, പക്ഷെ മറ്റേ ചിലപ്പോഴേക്കും വേണ്ട. അപ്പൊ അതിനെ എങ്ങനെയാണ് മോൻ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നത്? എനിക്ക് പാരന്റ്സ്, ഫ്രണ്ട്സ് അങ്ങനത്തെ കുറെ ഹെൽപ്പ് വേണം, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഡൗൺ ആയി ഫീൽ ചെയ്യുമ്പോ ആരെങ്കിലും പറയാം, ടോക്ക് ചെയ്താൽ തീർക്കുക, അങ്ങനെ ഒരു ഹാപ്പിനെസ് കിട്ടും. പാരന്റ്സിനോടും ഫ്രണ്ട്സിനോടും സംസാരിച്ചിട്ടാണ് ഓണസ്റ്റ് ആയി ഓപ്പൺ ആയി പറയാം എന്താ കാര്യം. അപ്പൊ അവരിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് തന്നെയാണ് സ്വപ്നം പിടിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെയാണ് കേട്ടോ. നിങ്ങളെ സഹായിക്കാൻ ഒരു മെന്റർ, അത് ക്ലാസ് ടീച്ചർ ആവാം, ടീച്ചേഴ്സ് ആകാം, പാരന്റ്സ് ആകാം, ആരും ആകാം, ആരുടെങ്കിലും ഒക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ആകും, അപ്പൊ തന്നെ ശരിയാകും. മോളെ പേരെന്നാടാ? ബിവി ഫാത്തിമ. ബിവി ഫാത്തിമ. എവിടെ വീട് മോന്റെ? ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ്. അപ്പൊ 2 ലക്ഷദ്വീപുകാരുണ്ട്, 3 പേരും ഉണ്ട്. ഇതും ലക്ഷദ്വീപാണ്. അമ്മ അപ്പൊ ഞങ്ങളൊക്കെ ലക്ഷദ്വീപിൽ വരും കേട്ടോ ഇനി. അപ്പൊ ലക്ഷദ്വീപിൽ നിന്ന് മോള് ഇവിടെ എത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് അറിയാൻ ഇപ്പം ഓരോ മെഡിക്കൽ കോളേജും ചൂസ് ചെയ്യേണ്ട സമയം ഏകദേശം 3 മാസം കഴിയുമ്പോൾ അവരും ചൂസ് ചെയ്യണം. അപ്പൊ എന്തുകൊണ്ട് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യണം എന്നൊന്ന് പറഞ്ഞു കൊടുക്കാവോ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കും, പിന്നെ അറിയാവുന്ന ആൾക്കാരോട് പഠിച്ച് ചോദിച്ചു. അപ്പോ എന്തുകൊണ്ടും കോഴിക്കോടിലെ അക്കാഡമിക്സ് ഒക്കെ നല്ലോണം പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടെന്ന് ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടീനെ വിളിച്ച് ചോദിച്ചു. ഇവിടെ വന്നതിന് ശേഷം നമുക്കത് ഞാൻ ഈ തെരഞ്ഞെടുത്ത സെലക്ഷൻ അത് ഓക്കെ ആണ്, അത് തോന്നാനുള്ള എന്തൊക്കെ കാരണങ്ങൾ, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നത്? അത് ഇവിടുത്തെ ക്ലാസ് തന്നെ എല്ലാരും നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോ ബാക്കി എല്ലാ കാര്യങ്ങളും എക്സ്ട്രാ കരിക്കുലർ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് വരും, അതിന്റെ ഒപ്പം തന്നെ പഠിത്തവും കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. പിന്നെ നല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവും, പിന്നെ സ്പോർട്സ് ഉണ്ടാവും, പിന്നെ അക്കാഡമിക്സ് എല്ലാം ഓക്കെയാണ്. അവരെല്ലാം കറക്റ്റ് സമയത്ത് എല്ലാം ചെയ്ത് നടത്തി തരും. ഭയങ്കര പേഷ്യന്റ് എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലവും കൂടിയാണ്. അത് കമ്മ്യൂണിറ്റി മെഡിസിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ പുറത്തൊക്കെ കൊണ്ടുപോകും. PHCയിൽ വിസിറ്റ് ഉണ്ടാവും, അങ്ങനെ പേഷ്യൻസ് ആയിട്ട് വിസിറ്റ് ഉണ്ടാവും. FAP പ്രോഗ്രാം ഉണ്ടാവും, ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാം. അപ്പൊ അങ്ങനെയൊക്കെ ആവുന്നതുകൊണ്ട് എല്ലാരെയും ഒന്ന് എക്സ്പോഷർ നല്ലോണം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യണം എന്നുള്ളതിന്റെ ആൻസർ ആണ് കേട്ടത് കേട്ടോ. അടുത്ത ലക്ഷദ്വീപുകാരി മോളെ പേരെന്നാടാ? സഫ. സഫയുടെ ലൈഫില് 2 ചോയ്സ്. അതില് ഒന്ന് ബ്രില്യന്റ് ചോയ്സ്, ബ്രില്യന്റ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ബ്രില്യന്റ് ചോയ്സ് എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. രണ്ടും ബ്രില്യന്റും കോഴിക്കോട് മെഡിക്കൽ കോളേജും മോളുടെ ലൈഫിനെ ഇതുവരെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ ഇവിടെ വരെ എത്താനുള്ള ഒരു മെയിൻ റീസൺ ബ്രില്യന്റ് തന്നെയാണ്. അപ്പം ബേസിക്കലി ഇത് ഒരു സ്വപ്നമായിരുന്നു, ആ സ്വപ്നത്തിൽ എത്തിക്കാൻ ബ്രില്യന്റ് സഹായിച്ചു. അവിടെ ബ്രില്യന്റിന്റെ ഹെൽപ്പ്, പിന്നെ ഇവിടെ എത്തിയത് വലിയൊരു കാര്യം. എന്തുകൊണ്ടാണ് വലിയൊരു കാര്യം എന്ന് പറയാൻ പറ്റിയത്? പിന്നെ മെഡിക്കൽ കോളേജിൽ നല്ല അക്കാഡമിക്സ് ആണ്, പ്രൊഫസേഴ്സ് നല്ലോണം ക്ലാസ് എടുക്കും, നല്ല ക്ലാസ്സസ് ആണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും നമുക്ക് സ്പോർട്സിനും കൾച്ചറൽ ആക്ടിവിറ്റീസിനും പഠിത്തവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയൊക്കെ നല്ല ഒരു ആംബിയൻസ് ഉള്ള കോളേജാണ്. പിന്നെ നല്ല ഫുഡാണ് കോഴിക്കോട്. അങ്ങനെ മൊത്തത്തിൽ ചില്ലിംഗ് ആണ്. നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇപ്പൊ തന്നത്. സോ ബി കോൺഫിഡന്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.